ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര മണത്തണയിലേക്കാണ്. മണത്തണ കഴിഞ്ഞ ഒരു വർഷമായി ശ്രീ ബാലകൃഷ്ണ മാരാരുടെ കീഴിൽ അഭ്യസിച്ചു വരുന്ന 30ഓളം വിദ്യാർത്ഥികളുടെ ചെണ്ടമേളത്തിൻ്റെ അരങ്ങേറ്റമാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് മണത്തണയിലേക്ക് നമ്മൾ ഇന്ന് യാത്ര തിരിച്ചത്. 9 വയസ്സ് മുതൽ ഏകദേശം 23 വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അരങ്ങേറ്റമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മണത്തണയിലെ കൊണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കലാകാരികളും കലാകാരന്മാരായ കുട്ടികളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ കീഴിൽ ഇദ്ദേഹമാണ് ബാലകൃഷ്ണ മാരാർ. ഇദ്ദേഹമാണ് ഈ കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ ചെണ്ട അഭ്യസിപ്പിക്കുന്നത്. ക്ഷേത്രത്തിന് മുന്നിലുള്ള വലിയൊരു ഗ്രൗണ്ടിൽ വെച്ചാണ് കലാകാരികളും കലാകാരന്മാരും ഈ അരങ്ങേറ്റം കുറിക്കുന്നത്. ഗുരു ഓൾറെഡി ആദ്യം എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം ചെണ്ട സ്ഥാനത്ത് വെച്ച് തയ്യാറെടുപ്പിലാണ്. പഞ്ചാരി മേളം കൊട്ടിയാണ് അരങ്ങേറ്റം നടത്തുന്നത്. ഏകദേശം 30ഓളം വിദ്യാർത്ഥികളാണ് ഈ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കുന്നത്. അരങ്ങേറ്റം കുറിക്കുന്നത് ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളായതിനാൽ തന്നെ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിലാണ് വാദ്യോപകരണം വെച്ചിരിക്കുന്നത്. അരങ്ങേറ്റം കുറിക്കുന്നതിന് മുന്നേയായി ഒരു സാംസ്കാരിക സമ്മേളനവും പിന്നെ സ്ത്രീകളുടെ ഒരു തിരുവാതിര നൃത്തവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കലാകാരികളെല്ലാം വന്നു തുടങ്ങി. ഇതാണ് ശ്രീ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രം, അതായത് ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രമാണ്. ഈ വരുന്നത് എൻ്റെ അനിയൻ്റെ മോനാണ്. എല്ലാ കുട്ടികളും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. എല്ലാവർക്കും അതിയായ സന്തോഷത്തിലും അവരെ കുറേ കാലമുള്ള ആഗ്രഹമല്ലേ. എത്രയായി പഠിക്കുന്നത്? കൊച്ചിലിപ്പുറ അന്നലെ കേൾക്കും. ഒരു വർഷമായി അല്ലേ? പേരെന്നാ? അർജുൻ. എത്രയല്ല പഠിക്കുന്നത്? 7, 6, 7. ഒച്ചയിൽ പറ. ആദിത്യനും പ്രണവ്. ഓനോ? അല്ലേ? അതെ അതെ. ഏറ്റവും പ്രായം കൂടിയേ? എത്ര വയസ്സായി? എനിക്ക് 23 അല്ലേ? എത്രയായി പഠിക്കുന്നു? ഒരു കൊല്ലായി. ഇന്ന് ഇറങ്ങേറ്റാ? കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ശരി, എല്ലാവിധ ആഗ്രഹങ്ങളും. പേര് പറഞ്ഞ മോന്റെ പേര്? ആരവ്. നാംദേവ്. അർജുൻ. മഹാദേവ്. അനുഗ്രഹ്. അജിന്ത്യ. എത്രയായി പഠിക്കുന്നത്? 7 പഠിക്കുന്നത്. 7, 9, 6, 9. നീ 9ലാ? 4. ഇവിടെ ഇത് ചെണ്ട പിടിക്കാൻ തുടങ്ങി എത്രയായി? 14 മാസമായി. ഇന്ന് ഇറങ്ങേറ്റാ അല്ലേ? ആരെ? ഗുരു ബാലകൃഷ്ണ മാഷ് അല്ലേ? എക്സൈറ്റ്മെന്റ് ഉണ്ടോ അല്ലേ? സീനിയർ ഉയരം കൂടിയാണല്ലേ? എത്രയല്ലേ പഠിക്കുന്നത്? 10 അല്ലേ? എന്നാ പേര്? ദേവനന്ദ്. ഓക്കെ. അശ്വിന് എത്രയായി പഠിക്കുന്നത്? ഒരു വർഷം. എത്രയല്ലേ പഠിക്കുന്നത്? 10. ഇവനോ? എത്രയല്ലേ പഠിക്കുന്നത്? 6. ചെണ്ട പിടിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ഇന്നെന്താന്ന് വിശേഷപ്പെട്ട? ഇന്ന് ഇറങ്ങേറ്റ അല്ലേ? എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഒരു വർഷമായി പഠിക്കുന്നതല്ലേ അല്ലേ? ഓക്കെ. ചെണ്ടമേളത്തിൻ്റെ അരങ്ങേറ്റം സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സാംസ്കാരിക സമ്മേളനം വിശിഷ്ടാതിഥികളെല്ലാം വന്നിട്ടുണ്ട്. അതുമാതിരി സദസ്സും നിറഞ്ഞു കവിഞ്ഞു. മുന്നിൽ തന്നെ നമ്മുടെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നല്ലവരായ നാട്ടുകാരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും വളരെയധികം ഉത്സാഹഭരിതരാണ്. ആദ്യമേ നടക്കുന്ന ഈശ്വര പ്രാർത്ഥനയാണ്. ചെയർമാൻ കോർപ്പറേഷൻ ഡയറക്ടർ ശ്രീ KC സോമൻ നമ്പ്യാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുള്ള വിശിഷ്ടാതിഥികളായ ബഹുമാന ശ്രീമതി ആതിര നായർ, ഈ യോഗം നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ ശ്രീ നാരായണൻ നായർ, ട്രസ്റ്റി ദാമോദരൻ നായർ, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീമതി അച്ചുപോത്തോർ, ശ്രീമതി ആതിര നായരെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അവർക്ക് പുതുതായി കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ചെയർമാനായി ചാർജെടുത്ത ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ നാരായണൻ
സ്പോൺസർഷിപ്പ്, അതായത് സഹകരണം, പലതരത്തിലുള്ള സഹകരണങ്ങളും ശ്രീ ബാലകൃഷ്ണ മാരാരെ ആദരിക്കാണ് കൊട്ടിയൂർ ദേവസ്വം ബോർഡ് മാനേജർ ശ്രീ നാരായണൻ നായർ. വളരെയധികം ആഹ്ലാദഭരിതരായിരിക്കുന്ന നാട്ടുകാർ, നമ്മുടെ ബന്ധുമിത്രാദികളാണ് മുൻനിരയിലുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഇത് ആദ്യമായിട്ടാണ്. എത്രയില പഠിക്കുന്നു? 4. അരങ്ങേറ്റ. ഗുഡ്. നിശാങ്ക. ഓക്കെ. പഠിക്കുന്നവര് എത്രയില പഠിക്കുന്നത്? 6. മാഷ ഒരേ ധൃതിയിലല്ലേ? പേര് പറ. ജീവൻ. ജീവൻ എത്രയില പഠിക്കുന്നു? 4. ഓക്കെ. അടി ഇന്നെന്താ വിശേഷം? സെണ്ടേന്റെ അരങ്ങേറ്റാന്ന്. എക്സൈറ്റ്മെന്റ് അല്ലേ? 4 പഠിക്കുന്നത്? എത്രയില്ല? 4. ഏറ്റുവാങ്ങേണ്ടതാണ്, നിന്നു പോകേണ്ട ഒന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തത്. വേണ്ടി അദ്ദേഹം കൊട്ടിയൂർ ദേവസ്വത്തിൽ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ അദ്ദേഹത്തോട് ബഹുമാനപൂർവ്വം പറഞ്ഞു, ചിരിക്കുന്നതിന് ഒരു പഞ്ഞം കാണിക്കും. ബഹുമാനപ്പെട്ട കൊട്ടിയൂർ ദേവസ്വം ചെയർമാനാണ്. ഒരു മാസമേ അദ്ദേഹം ചെയർമാൻ സ്ഥാനത്തെത്തിയിട്ടുള്ളൂ എങ്കിൽ പോലും. അടുത്തതായി തിരുവാതിര നൃത്തമാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സഹോദരിമാരുടെ നൃത്തമാണ്. പേര് മോളെ പറഞ്ഞ പേര് കേൾക്കുന്നില്ല. പറഞ്ഞു പേര് പറഞ്ഞില്ലേ കേൾക്കൂല. യൂട്യൂബിൽ വരുവേ. അളകനന്ദ. കഴിഞ്ഞ 1.5 വർഷമായി കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അടിയന്തര യോഗം സ്ഥാനികനായ ശ്രീ ബാലകൃഷ്ണ മാരാരുടെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ചു വരുന്ന 30ഓളം
വിദ്യാർത്ഥികളുടെ, അതായത് 9 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായം ഉള്ള കുട്ടികളുടെ ചെണ്ടമേളത്തിൻ്റെ അരങ്ങേറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏകദേശം 1000-ഓളം വരുന്ന മണത്തണ നിവാസികളായ ചെണ്ട ആസ്വാദകരും രക്ഷിതാക്കളുമാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. കുട്ടികളുടെ മിന്നുന്ന പ്രകടനം ആസ്വാദകരുടെ മനം കവർന്നുകൊണ്ട് 1.5 മണിക്കൂറിലധിക നേരം പഞ്ചാരിമേളം അരങ്ങ് കൊഴിപ്പിക്കുമെന്നതിൽ സംശയമില്ല. കുട്ടികളെല്ലാം വളരെയധികം ആകാംക്ഷാഭരിതരാണ്. കാരണം മണത്തണ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംരംഭം നടക്കുന്നത്. കുട്ടികളെല്ലാം ദക്ഷിണ കൊടുക്കാനായി വെത്തലയും അടക്കിയും സ്വീകരിക്കുന്നതാണ്. മാറി നിന്നുകൊണ്ട് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ്.
പിഞ്ചോമനകളുടെ ഹൃദയം കവർന്ന പഞ്ചാരി മേളത്തിനൊപ്പം ആസ്വാദക മികവും ഇതേറ്റെടുത്തപ്പോൾ ഒപ്പത്തിനൊപ്പം താളം പിടിച്ചപ്പോൾ വാനോളമുയർന്ന മണത്തണയുടെ പ്രശസ്തിയും ഈ അരങ്ങേറ്റം സംഘടിപ്പിച്ച സംഘാടകർക്കും ഗുരുനാഥനായ ബാലകൃഷ്ണൻ മാരാർക്കും 1000 അഭിനന്ദനങ്ങൾ. പ്രായഭേദമന്യേ ഈ പരിപാടി കാണാനെത്തിയ എല്ലാ നാട്ടുകാർക്കും 1000 അഭിനന്ദനങ്ങൾ. മനം കവർന്ന പഞ്ചാരി മേളത്തോടു കൂടിയുള്ള കുട്ടികളുടെ അരങ്ങേറ്റം കാണാൻ കണ്ണൂരിൽ നിന്നും എത്തിയ ഭാഗ്യം ലഭിച്ച സന്തോഷത്തോടുകൂടി കൊട്ടിയൂർ പെരുമാളെ നമിച്ചുകൊണ്ട് ഞങ്ങളും മടങ്ങുകയായി.